നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അപൂർവമായി സംഭവിക്കുന്നതാണ്. ക്രിസ്ത്യാനോ പെനാൽറ്റി മിസ് ചെയ്തു. മിസ് ചെയ്തതല്ല, ഗോൾ കീപ്പർ സേവ് ചെയ്തു. പക്ഷേ പോർച്ചുഗൽ ഒടുവിൽ വിജയിച്ച് കയറി ഏകപക്ഷീയമായ ഒറ്റ ഗോളിൻ്റെ വിജയമാണ് റിപ്പബ്ലിക് ഓഫ് അയർലൻഡിനെതിരെ അവർ നേടിയിരിക്കുന്നത്. റൂബൻ നെവസാണ് അവസാന ഘട്ടത്തിലെ ആ ഒരു ഗോള് നേടിയത്. ഈ കളിയിൽ പൂർണ്ണ ആധിപത്യം പോർച്ചുഗൽ തന്നെയായിരുന്നു. നിരവധി അവസരങ്ങൾ അവരുണ്ടാക്കിയെടുത്തു. പക്ഷേ എന്തു പറയാനാണ്, അയർലൻഡിൻ്റെ സ്ട്രൈക്കർമാർ പോലും അവരുടെ ബോക്സിൻ്റെ എഡ്ജിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യുകയായിരുന്നു. അങ്ങനെ ലോ ബ്ലോക്കിൽ അവർ കളിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിച്ചത്. അയർലൻഡ് ഒറ്റ ഓൺ ടാർഗറ്റ് ഷോട്ട് പോലും പോർച്ചുഗലിൻ്റെ വലക്ക് നേരെ അടിച്ചിട്ടില്ല. അതായത് പോർച്ചുഗലിൻ്റെ ഗോൾ കീപ്പർക്ക് ഒരു സേവ് പോലും നടത്തേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ആധിപത്യമൊക്കെ പോർച്ചുഗലിനായിരുന്നു. പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം ഡിസേർവിംഗ് ആണ്. അവർ അത്രയധികം അധ്വാനിച്ച് കളിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഇങ്ങനെ ലോ ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്ന ടീമുകൾക്കെതിരെ പോർച്ചുഗൽ പലപ്പോഴും വിജയിച്ച് കയറാൻ ബുദ്ധിമുട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിജയം ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഏതായാലും പോർച്ചുഗൽ ഇതാ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ്റെ തൊട്ടരികിലേക്ക് ഉയർന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മത്സരത്തിൽ പോർച്ചുഗലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11 സൂപ്പർ താരങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോ, ബെർണാഡോ സിൽവ, ബ്രൂണോ ഫെർണാണ്ടസ്, പെഡ്രോ നെറ്റോ എന്നിവരൊക്കെ ഒരുമിച്ച് അണിനിരന്നു. കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. രണ്ടാം പകുതിയിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ആ ഒരു പെനാൽറ്റി, അതായത് 75-ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ പെനാൽറ്റി. ആ പെനാൽറ്റി പക്ഷേ അയർലൻഡിൻ്റെ ഗോൾ കീപ്പർ തടഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഡൈവ് ചെയ്ത് വീണു. പക്ഷേ അദ്ദേഹം ഡൈവ് ചെയ്ത ഭാഗത്തേക്കല്ല ബോൾ വന്നത്, ഏതാണ്ട് മധ്യത്തിലേക്കാണ് അദ്ദേഹം കാലുകൊണ്ടത് തടയുകയായിരുന്നു. കെല്ലറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പെനാൽറ്റി സേവുകൾ, അവസാനത്തെ പെനാൽറ്റി സേവുകൾ, ഒന്ന് എംബാപ്പയുടെ പെനാൽറ്റി സേവ് ചെയ്തു, ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ പെനാൽറ്റി സേവ് ചെയ്തു, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പെനാൽറ്റി സേവ് ചെയ്യുന്നു. സോ മിന്നും പ്രകടനമാണ് അദ്ദേഹം ഇപ്പോൾ പെനാൽറ്റിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കളി ഇതേ രൂപത്തിൽ ഇങ്ങനെ പോകവെയാണ് ഒടുവിൽ ട്രിങ്കാവോയുടെ ബോളിന് റൂബൻ നെവസ് കൃത്യമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പന്ത് വലയിലേക്ക് ഇടുന്നത്. ഇതിനെക്കുറിച്ച് പിന്നെ ട്രിങ്കാവോ പറഞ്ഞു, തന്നോട് 2-3 മിനിറ്റുകൾക്ക് മുമ്പ് റൂബൻ നെവസ് പറയുന്നുണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ട് ഉള്ളിലേക്ക് കയറി പോകും, നീ കൃത്യമായിട്ട് അവിടേക്ക് ബോൾ വെച്ച് തരണമെന്ന്. അത് അതുപോലെ ചെയ്യാൻ കഴിഞ്ഞു, അത് ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നതിൻ്റെ സന്തോഷം പിന്നീട് കളിക്ക് ശേഷം ട്രിങ്കാവോ പങ്കുവെക്കുകയും ചെയ്തു. ഏതായാലും 1-0 വിജയം പോർച്ചുഗൽ സ്വന്തമാക്കിയിരിക്കുന്നു. ഇതോടുകൂടി വേൾഡ് കപ്പ് ക്വാളിഫയറിൽ 3 കളികൾ 3 വിജയിച്ച് 9 പോയിന്റോടെ പോർച്ചുഗൽ ഇപ്പോൾ 1-ാം സ്ഥാനത്ത് നിൽക്കുകയാണ് ഗ്രൂപ്പ് എഫിൽ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് എത്താം.